വെടി പൊട്ടിയില്ല എന്ന് കരുതി താൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. തോക്ക് ജാമാക്കി കൊടുത്തു വിട്ടാ ഞാന്. അത് എന്റെ പിള്ളേർക്ക് ഇപ്പോഴും അറിയില്ല. നിനക്ക് എന്താ വേണ്ടത്? 5 കോടി തന്നില്ലെങ്കിൽ ശരിക്കും വെടി പൊട്ടും. തരാം. എവിടെയാ കൊണ്ടുവരേണ്ടത്? MG റോഡിലെ മെയിൻ സിഗ്നൽ എടുത്ത്. ഹലോ നർസി, അവരെ ഫോളോ ചെയ്യാം. ഒരു കാരണവശാലും ഇത് മിസ്സാവരുത്. ഇതൊരു വലിയ ഡീലാ. എനിക്ക് വേണ്ടി നീ ചെയ്യുന്ന അവസാനത്തെ ഡീൽ. അവൻ ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ. ആ പൂജാരി അവിടെ ഇല്ലടാ. അണ്ണാ അവരോട് ഇല്ലണ്ണ, രക്ഷപ്പെട്ടു. എങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത്? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവൻ ഇങ്ങോട്ട് വരും. ഞാൻ നിന്നെ കാത്തിരിക്കുക. പൂജാരി, ഞങ്ങളൊന്നും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? വേഷം മാറി ആൾക്കാരെ കൊന്നൊടുക്കുന്നതാണോടാ നിന്റെ പൂജ? പൂജയോ? നിന്റെ ആൾക്കാരെ ചത്ത ഷോക്കിൽ നിനക്കെന്താ പ്രാന്തായോ? ചെന്നൊരു ഡോക്ടറെ കാണടാ. ഇവിടെ വെച്ച് ഇത്രയും ചങ്കുറ്റത്തോടെ നീ സംസാരിക്കണമെങ്കിൽ നിന്റെ ധൈര്യം സമ്മതിക്കണം. അതെന്റെ കൂടപ്പുറപ്പാണ്. സർ. എന്താ നരസിംഹ, അവന്മാര് നിന്നെ ശരിക്കും പൂട്ടിയല്ലേ? സർ, നിനക്കെന്റെ മോളെ പ്രേമിക്കണോ അല്ലടാ? സകലമാന ആൾക്കാരുടെയും ഫോൺ ടാപ്പ് ചെയ്യുന്ന ഞാൻ നിന്റെ ഫോൺ ടാപ്പ് ചെയ്തിരിക്കൂടാ. ചാകടാ, നിന്നെ എനിക്കിന് വേണ്ട, പൊയ്ക്കോ.
നിന്റെ മരണം ആഗ്രഹിച്ചവൻ നിന്നെ ഇപ്പൊ രക്ഷിക്കുന്ന എന്തിനാണെന്ന് നീ ആലോചിക്കുകയാണോ? ഈ കളിയിൽ എനിക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. നിന്റെ ജീവൻ അതെനിക്ക് തന്നെ വേണമടാ. ഈ കളിയിൽ എനിക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. നിന്റെ ജീവൻ അതെനിക്ക് തന്നെ വേണമടാ. ഹായ്, ഞാനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ഇയാളാരാ? ഞാൻ പറഞ്ഞ റോയ് ഇയാളാണ്. ചെയ്ത ഹെൽപ്പിനെല്ലാം നന്ദി. ഇന്നു മുതൽ നീയും എൻ്റെ ആളാ. വെൽ, നിങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാണെന്നറിയോ? നിങ്ങളെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഒരു കഥ കേൾക്കണം. നിന്റെ അച്ഛൻ മിലിറ്ററി ലാംപ്സ് ഡിസൈനർ ആയിരുന്നു. അയാൾ ഒരു വെപ്പൺ കണ്ടുപിടിച്ചു. ഇറ്റ്സ് എ റെവല്യൂഷണറി ആം. ആ ഡിസൈൻ എനിക്ക് വേണമായിരുന്നു, കാരണം അതാണ് എൻ്റെ ബിസിനസ്. പക്ഷെ നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല. ഞാൻ നിന്റെ അച്ഛനെ പറ്റി കൂടുതൽ അന്വേഷിച്ചു. അങ്ങനെ നിന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് ധൻരാജിനെ കിട്ടി. ഇയാളെ ഉപയോഗിച്ച് നിന്റെ അച്ഛനെ ഞാൻ കിഡ്നാപ്പ് ചെയ്തു. അതിനുശേഷം ഒരു ആക്സിഡന്റിൽ നിന്റെ അച്ഛൻ മരിച്ചു. ഓഫ് കോഴ്സ്, ആക്സിഡന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. നിനക്കൊരു സർപ്രൈസ്. നിന്റെ അച്ഛൻ ജീവനോട്. ഞാൻ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിന്റെ അച്ഛനെ കൊണ്ട് ആ വെപ്പൺ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഇനിയും ഒരു 6 മാസം കൊണ്ട് അത് പൂർത്തിയാവേണ്ടതാ. പക്ഷെ നിന്റെ അച്ഛൻ എനിക്കൊരു സർപ്രൈസ് തന്നു. എന്റെ ഫാമിലിയെ എനിക്ക് കാണണമെന്ന്. അന്ന് തൊട്ട് നിന്നെ ഞാൻ അന്വേഷിക്കുന്നത്. ഇപ്പോഴാ കയ്യിൽ കിട്ടിയത്. മേജർ, മേജർ, ഫാമിലി നടിക്കടി പറയാറില്ലേ, ഇതാ നിങ്ങളുടെ മകൻ. നീ ഇയാളുടെ മകൻ തന്നെയാണോ അതോ ഞങ്ങൾ എന്തെങ്കിലും നാടകം കളിക്കുന്നതാണോ എന്ന് ഇയാൾക്കൊരു സംശയമുണ്ട്. ഇത്തരം സീരിയസ് കാര്യങ്ങളിൽ ഞാൻ നാടകം കളിക്കാറില്ല. നീയാണ് മകനെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട്. പ്രൂവ് ഇറ്റ്. നോക്കടോ, കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ എൻ്റെ കുടുംബത്തെ മറന്നൊരു ജീവച്ഛവും പോലെ ഇവൻ്റെ കൂടെ ജോലി ചെയ്യുക. സത്യം പറ, നീ ആരാ? അച്ഛാ, ഞാൻ അച്ഛന്റെ മോൻ തന്നെയാ. ഒരു മിനിറ്റ് അച്ഛാ. ഹലോ അമ്മേ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ. ഞാൻ അമ്മയ്ക്കൊരു സർപ്രൈസ് തരാം. ഹലോ, ചന്ദ്രേട്ടാ. സെന്റിമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞത് കണ്ടില്ലേ അയാളുടെ ഇമോഷൻസ്? ബാബുജി, അധിക നേരം അച്ഛനെയും മോനെയും കൂടെ ഐലൻഡിൽ തനിച്ചു നിർത്തുന്നത് ശരിയല്ല. അവൻ ആള് വിളഞ്ഞ വിത്താ. ഓക്കെ, ഷിഫ്റ്റ് ചെയ്തേക്കും. അച്ഛാ, അച്ഛൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അച്ഛൻ തയ്യാറാക്കാൻ പോകുന്ന ഈ ആയുധം അവരുടെ കയ്യിലെത്തില്ല. അച്ഛന് ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കും. ഞാൻ കേട്ടിട്ടുണ്ടാ നീ വലിയ കില്ലാടിയാണ്. കൊണ്ടുപോകുമല്ലേ? നിന്റെ അച്ഛനെ നീ ഇവിടുന്ന് കൊണ്ടുപോകുമല്ലേ? ഈ ഐലൻഡ് ഒന്ന് ട്രേസ് ചെയ്യാൻ പോലും നിന്നെ കൊണ്ടാവില്ല. 14 രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ എന്റെ പേര് കേട്ടാൽ മതി ഞെട്ടി വിറയ്ക്കും. ഷൂട്ട് ചെയ്യട്ടെ, നിന്റെ അച്ഛനെ ഷൂട്ട് ചെയ്യട്ടെ. മേജർ, ഇന്നു മുതൽ നിങ്ങളുടെ മകൻ എന്റെ ഒപ്പം കൽക്കട്ടയിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ 1 മന്ത് കൂടി സമയം തരുന്നു. അതിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. 1 മാസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ പീസായി കാണേണ്ടി വരും. മൈൻഡ് ഇറ്റ്. നോ 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 പ്ലീസ്, എന്റെ മോനെ ഒന്നും ചെയ്യരുത്. ഫിനിഷ് ഇറ്റ്.
ആരാടെ അവൻ കണ്ണുരുട്ടി നോക്കുന്നു? നമ്മുടെ മേജർ സാബിന്റെ മോനാ. ഇനി അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവൻ ഇവിടുന്ന് എങ്ങോട്ടും ചാടി പോകാതെ നോക്കേണ്ട ചുമതല നിനക്ക്. അയ്യോ, ഇത്ര റിസ്ക് ഉള്ള പണിയൊന്നും എന്നെ ഏൽപ്പിക്കല്ലേ. ഇവനെ കൺട്രോൾ ചെയ്യുന്ന ഇത്തിരി കഷ്ടപ്പാടാ. എന്താ പറഞ്ഞ? വേലിയെ കിടന്ന് പാമ്പിനെടുത്തേ കോട്ടയത്ത് വെച്ച് പോലായി പോകും. എന്താടാ? ഇപ്പോ കോടിക്കണക്കിന് ചെലവ് ചെയ്തല്ലേ ആ വെപ്പൺ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി കഴിയുന്നവരെ ആ മേജർ നമ്മൾ കൊല്ലും എന്ന് പറയുന്നല്ലാതെ കൊല്ലില്ലല്ലോ. കൊല്ലില്ല. ആ വിവരവും മനസ്സിലാക്കിയ പിന്നെ ഇവനോട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ചാടി പോവില്ല. ഏയ്, പോന്ന കഴിവറി. ഏയ്, അവനെ ഷൂട്ട് ചെയ്യരുത്. അവനെന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കാണ് നഷ്ടം. ഏയ്, പോയി പിടിക്കണം. ശരിയണ്ണ. വാതിലൊക്കെ അടച്ചല്ലോ അല്ലേ? ഇനി അവൻ രക്ഷപ്പെടില്ല. പിടിക്കണവനെ. നിർത്ത്. ഇവിടെ കൊണ്ട് നിർത്തിക്കോ. നിന്റെ അഭ്യാസങ്ങളൊക്കെ മതി. ഇപ്പൊ നീ രക്ഷപ്പെട്ടാ വെട്ടിലാകുന്നത് ഞാനാ. നിന്നെ ഞാൻ വിടില്ല. വാടാ. ഹലോ നന്ദു, നർസി, നീ പെട്ടെന്ന് അമ്മയും കൂട്ടി എങ്ങോട്ടെങ്കിലും മാറിക്കോ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ നർസി? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ തൽക്കാലം പറയുന്ന കേക്ക്. ശരി. Hey! Hey!